സ്വന്തം നിഴൽ കണ്ട് പേടിച്ച് വട്ടം കറങ്ങേണ്ട ഡീച്ചിക്കുട്ടീനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പൂളിൽ ഇറങ്ങാൻ പോയതും അവളുടെ നിഴലിനെ തന്നെ കണ്ടു കേട്ടോ. കുറേ നേരം ആ പൂളിന് ചുറ്റും വട്ടം കറങ്ങി. പിന്നെ എന്താണെന്നറിയില്ല, എവിടുന്നോ ധൈര്യം സംഭരിച്ചിട്ടാ അവൾ ചാടിയത്. നന്ദി ഹിൽസിൻ്റെ ഫോർട്ട് ഹിൽസിലുള്ള വാമ റിസോർട്ടിലാണ് കേട്ടോ. ഇത് പെറ്റ് പൂളിൻ്റെ ഭാഗമാണ്. അവിടെയാണ് നമുക്കുള്ള പൂള്. സുന്ദരിക്കുട്ടി വരുന്നുണ്ടേ കുടയാൻ വേണ്ടി, പിന്നാലെ നടക്കട്ടെ. ഇവള് സ്വിമ്മിങ്ങിന് പോയാൽ നമ്മളെ നനപ്പിക്കും. നമ്മളില്ലേ പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ട്സിൽ പോകുമ്പോൾ പോട്ടി പിക്കർ എടുക്കണം കേട്ടോ. ഇതിലിങ്ങനെ ബാഗ് ഇട്ടിട്ട് നമുക്ക് പിക്ക് ചെയ്ത് കളയാം. ഇവർ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് എടുത്ത് കളയാം. ഇത് ഇവരുടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. ബാർബിക്യൂ ഒക്കെ വൈകുന്നേരമായി ഇവിടെ സെറ്റ് ചെയ്യുക. നന്ദി ഹിൽസിൽ വന്നിട്ട് അച്ഛൻ മലയാളി മങ്കൻ. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഒരു റൗണ്ട് നടന്നു കേട്ടോ കുറച്ച് നേരം. ഇവിടെയാണ് ബാർബിക്യൂ ഡിന്നറിൻ്റെ സ്ഥലം. ലൈവ് മ്യൂസിക് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, ഫുഡും ഉണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും ഈ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമാണ്. ഞങ്ങളെല്ലാവരും കൂടി രാത്രി കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എൻ്റെ ഡേച്ചിക്കുട്ടിയെ ഇന്ന് കുറേ നടന്നു, ഓടി, പിന്നെ സ്വിം ചെയ്തു. എല്ലാം കൊണ്ട് അവൾ ക്ഷീണിച്ചു. കട്ടിൽ കണ്ടതും അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ. സമയം 6 മണിയായിട്ടോ. ഡേച്ചിക്കുട്ടി 5 മണിക്ക് എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ്. ഒട്ടും വിളിച്ചില്ല കേട്ടോ. പെറ്റ്സിനെയും കൊണ്ട് ഇവിടെ ഇരിക്കാം. 6:30 കോഫി റെഡിയാവും പറഞ്ഞു. അപ്പം അങ്ങനെ കോഫി കുടിച്ചിട്ട് പോവാലോ. എൻ്റെ ഡേച്ചിക്കുട്ടി, ഡേച്ചു എമ്പടേ അച്ഛ ഇവിടെ നോക്കൂ. ഡേച്ചിക്കുട് അമ്മയുടെ പൊന്നെ എടാ. സൺകിസ്ഡ് ഡേയ്സ് മണി. ഇതിപ്പോൾ 2ാമത്തെ റൗണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതവരുടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വില്ലാസും ഇപ്പുറത്ത് കോട്ടേജസുമാണ്. ഞങ്ങൾ കോട്ടേജസിലാണ് താമസിച്ചത്. ജങ് ജങ് എന്താണ് അവിടെ ആരോ വരുന്നുണ്ടല്ലോ. ഇതാരെവിടെയൊക്കെ കയറിച്ചണേ? അച്ചക്കുട്ടിയാണോ? ആണോ? എന്താ ചിരിക്കണല്ലോ അച്ചടാ. നടന്നോ. ഹൈ, നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇവിടെയുണ്ട്. സ്നിഫിങ്. ഏതൊക്കെ ഡോഗ്സാണ് ഇവിടെ ഉള്ളത്? അല്ലേ ബേബി? ആ, എത്ര വയസ്സായി? നാളെന്താ പേരെന്താ? അല്ലേ ബേബി? വേണ്ട. എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ചാടരുത്. അങ്ങോട്ട് വരൂ. പാമ്പിൻ്റെ തോലാണോ അത്? ആ കണ്ടോ, എന്ത് വലുതല്ലേ. പാമ്പിൻ്റെ തോലാട്ടോ അത്. അപ്പം വേണ്ട കേട്ടോ, അൺലീഷ് ചെയ്യണ്ട. എൻ്റെ കുട്ടി കണ്ടിട്ടില്ല അതുവരെ പാമ്പിനെ ഒന്നേ. അപ്പോൾ ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് പോയി നോക്കാനും മതി. ഫുൾ മാവാണേ. കാണണില്ലേ? ലൈറ്റിൽ കാണണില്ല. ഫുൾ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് ചാമ്പൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞി ഇതുണ്ട്. അല്ല കേട്ടോ, വലുതും ഉണ്ട്. പറിക്കാൻ പറ്റുമോ? അതാ കണ്ടു. കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഡേച്ചി ബേബി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നറിയില്ല. ഡേച്ചിക്കുട്ടി കൊങ്ങന്മാരെ കണ്ട ഓടുമോ? ആര് അതിനെ ഓടിച്ചു വിടുമെന്തോ. ഡേച്ചിക്കുട്ടിയുടെ ഫ്രണ്ട് വ്യൂ എടുക്കട്ടെ. അതിനെങ്ങനെയാ
അവൾക്ക് ഫസ്റ്റ് നടക്കണേ. നമ്മൾ ആരെങ്കിലും മുന്നിൽ നടന്നാൽ അവൾക്ക് പിടിക്കില്ല അത്. കണ്ടോ? ഇപ്പം ഞാൻ മുന്നിൽ നടക്കണേൻ്റെയാണ് അത് കാണിക്കണം. ഇപ്പം മര്യാദയ്ക്ക് നടക്കും. കുറുമ്പി പെണ്ണ്, ശുണ്ട്രി പെണ്ണ്. ടീസുവിന് പിന്നെ എത്ര നടന്നാലും സന്തോഷമാണ്. എക്സ്പ്ലോർ എക്സ്പ്ലോർ എക്സ്പ്ലോർ. ഹലോ, ചാടാൻ നിൽക്കണോ കുട്ടി? ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന കോട്ടേജ്. കുറേ ഉണ്ട് ഇതുപോലെ. നമ്മൾ ടുവേർഡ്സ് ആ ലാസ്റ്റിലേക്ക്. ഏട്ടാ, അതിൽ മഷ്റൂംസ് ഉണ്ട്, അത് അവൾ കടിക്കാതെ നോക്കണേ. ഏച്ചോ, അച്ചമ്മ അമ്പ് എന്താ വിളിച്ച പോവാത്തെ? സ്നിഫ് ചെയ്ത് ഇപ്പോഴാണോളെ അച്ചമ്മേനെ കണ്ടത്. എന്താണ് വിളി കാര്യമായിട്ട് നോക്കുന്നത്? ആ അൽസേഷൻ കൂട്ടന്മാരെ വിളിക്കാണ്. കണ്ട ഇവള് ഏതാ സാധനം എന്നറിയോ? പാതിരാത്രി പറയാൻ പറ്റില്ല, 4 മണിക്ക് എണീറ്റിട്ട് എൻ്റെ ഡേറ്റ്സ് കുട്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടി അവരെ നോക്കുക. അവരാണെങ്കിൽ നല്ല ഉറക്കം. കുറുമ്പി പെണ്ണേ, അവൾ നോക്കിയിട്ട് അവരെ കണ്ടില്ല. അപ്പോൾ വേഗം തിരിച്ചു വന്നു. ഡേച്ചിക്കുട്ടി നടന്ന് ക്ഷീണിച്ചിട്ട് ദേ ഇപ്പോൾ ഇവിടെ കിടന്നു കേട്ടോ. കിടന്നില്ല, ഇരുന്നു. നടത്തം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. കാറിൽ കയറിയതും ഒരാൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. പിന്നെ അതാ അച്ചയുടെ മേത്താ കയറി കിടക്കണേ. ഡ്രൈവ് ചെയ്യുമ്പോൾ അവൾക്ക് ഷോൾഡറിൽ ഇങ്ങനെ കിടക്കണം. എന്താ അല്ലേ? കാറിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഡേസി കുട്ടിക്ക് അച്ഛനെ തൊട്ടിരിക്കണം കേട്ടോ. അച്ഛനെ എങ്ങാനും കാക്ക കൊത്തി കൊണ്ടുപോയാലോ, അതാ എൻ്റെ കുട്ടിക്ക് സങ്കടം. എന്താ ചെയ്യുക, ഇങ്ങനെയേ അവൾ ഇരിക്കുള്ളൂ.